ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇമ്പീരിയലിൻ്റെ മിഖായലുമായിട്ടാണ്. ഇതിൻ്റെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ DCMയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിംബൽ എടുത്തിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ കുറച്ച് ഒന്ന് കംഫർട്ടബിൾ ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്തായാലും നമുക്ക് എന്നത്തെ പോലെ മുൻഭാഗം തുടങ്ങാം. മുൻഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രകാശിൻ്റെ BMRലുള്ള ഡിസൈനിങ് നല്ല അടിപൊളിയായിട്ടൊരു തലയെടുപ്പോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഇമ്പീരിയലിൻ്റെ നെയിമിങ് സാധാരണ ഇമ്പീരിയൽ കാണുന്ന രീതിയിലുള്ള ഫോണ്ടല്ല കൊടുത്തിട്ടുള്ളത്, വേറെ രീതിയിലൊരു ഫോണ്ടാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു റെഡിൻ്റെ കോമ്പിനേഷനൊക്കെ വന്നിട്ടുണ്ട്. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ മിഖായൽ എഡിഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ റൂഫ് ലാംപ്സ് ഒക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മിറർ, നല്ല കൊമ്പ് കണക്കിനുള്ള നല്ല 2 മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീഗലായിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ BMRൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ അടിപൊളി സ്റ്റൈലായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഗ്രിൽ ലാംപ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ യെല്ലോയിലെ ഫോഗ് ലാമ്പും അതുപോലെ തന്നെ ഒരു ബമ്പർ ലിപ്പൊക്കെ വന്നപ്പോൾ മൊത്തത്തിലൊരു ആനച്ചന്തം കാണാൻ പറ്റും നമുക്കിത്. ഇനി നേരെ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം കളർ കോഡ് വന്നതിന് ശേഷമുള്ള ഒരു എല്ലാ വാഹനത്തിൻ്റെ സൈഡ് ഒരേപോലെ തന്നെയാണ്. കാര്യമായി കാണിക്കേണ്ടതൊന്നുമില്ല, എന്നാലും കാണിച്ചു പോകാം. ഇതിൽ ഇമ്പീരിയലിൻ്റെ നെയിമിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വീൽ കവർ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും രീതിയിലുള്ളൊരു വീൽ കവറും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വശങ്ങളിലുള്ളത്. വശങ്ങളിൽ വേറെ മാർക്കിംഗ് ലാംപ്സും നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ. ഡോർ വന്നിരിക്കുന്ന എയർ ഓപ്പറേറ്റഡ് ആയിട്ടൊരു ഡോറാണ് വന്നിട്ടുള്ളത്. നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള പിൻഭാഗമാണ്. ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇമ്പീരിയലിൻ്റെ നെയിമിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്ലേസും പിന്നെ നമ്പേഴ്സൊക്കെ ഇൻക്ലൂഡ് ആക്കി നോർമലായിട്ടുള്ള രീതിയിലുള്ള ലൈറ്റ്സും വന്നിട്ടുണ്ട്. പിന്നെ ഡിക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡിക്കി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ലേഡറിൻ്റെ ബാക്കി ഈ ഡിക്കിൻ്റെ ഉള്ളിലാണുള്ളത്. ഗ്ലാസ്സിനൊരു കവറും അവിടെ ലൈറ്റൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് കാണാൻ പറ്റും. അത് രാത്രി ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതായി കാണാൻ പറ്റും. ഇനി നേരെ മറുവശത്തേക്ക് പോവുകയാണെങ്കിൽ ലീഗലായിട്ടുള്ള എമർജൻസി എക്സിറ്റ് വന്നിട്ടുണ്ട്. അതിൽ സ്റ്റെപ്പും വന്നിട്ടുണ്ട്. പിന്നെ മാർക്കിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഇത് ഈ വശത്തും കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിലാണ് വീലിൻ്റെ കപ്പ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യമാണ്. പിന്നെ മുൻഭാഗത്ത് മറുവശത്ത് കണ്ട രീതിയിലുള്ള ഇമ്പീരിയലിൻ്റെ ഫോണ്ടും ഇവിടെ കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഈ ഒരു വശം വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ നേരെ ക്യാബിൻ്റെ ഉള്ളും അതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളും കണ്ടിട്ട് വരാം എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇത്രയാണ് പുറമേയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിത് പുറമേയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിച്ചില്ല. ഇത് എയർ ഓപ്പറേറ്ററായിട്ടുള്ള ഡോറാണ് വന്നിട്ടുള്ളത്. ഇത് തുറക്കാൻ പറയാം. ഇതിൻ്റെ അതുപോലെ തന്നെ ഈ ഫുഡ് സ്റ്റെപ്പും എയർ ഓപ്പറേറ്ററാണ്. ഈ രീതിയിലാണ് തുറന്നു വരിക. നമുക്ക് കണ്ടുനോക്കാം. ഈ രീതിയിലാണ് ഇത് തുറന്നു വരിക. ഇനി നമുക്ക് നേരെ ക്യാബിനിലേക്ക് കയറിച്ചെല്ലാം. അപ്പോൾ ഇതാണ് ഷംനാദ്. ഈ വണ്ടി നോക്കി നടത്തുന്നത് ഷംനാദാണ്. ഇതിൻ്റെ ഓണർ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാബിൻ്റെ കാര്യങ്ങൾ കണ്ടു നോക്കാം. ഇനി ഇത് ഈ രീതിയിലാണ് ഇതിൻ്റെ ക്യാബിൻ്റെ ഡിസൈനിങ് ഒക്കെ വന്നിട്ടുള്ളത്. ഇത് മിക്സർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആമ്പല് ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് മുകൾ ഭാഗത്ത് സ്വിച്ചസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ലോക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഇത് നമ്മൾ മറ്റു വണ്ടിയിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഉണ്ടാവില്ല, ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാബിനിലേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ക്യാബിൻ. സിമ്പിളായിട്ടാണ്, കാര്യമായ വർക്കും കാര്യങ്ങളൊന്നും ക്യാബിനിലേക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ ലേലൈൻ തന്നെയാണ് എഞ്ചിനും അത് വന്നിട്ടുള്ളത്. ജെയ്സൊക്കെ ലേലൈൻ തന്നെയാണ്. പിന്നെ പ്രകാശിൻ്റെ ബോഡി വർക്കും വന്നിട്ടുണ്ട്. ഇത് മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. ഉള്ളൊരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡിലാണ് മൊത്തം തീം ചെയ്തിട്ടുള്ളത്. ഇതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ബസ്സിനുള്ളിൽ കയറുന്നതിനേക്കാണെങ്കിൽ കുറച്ചും കൂടി സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. നേരെ പിൻഭാഗത്ത് ഏറ്റവും പിൻഭാഗത്ത് സബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് സബിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കാര്യമായി എല്ലാം മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കാര്യമായ ലൈറ്റ് വർക്ക്സ് ഒക്കെ വളരെ കുറവാണ് ഇതിൻ്റെ മേലെ വന്നിട്ടുള്ളത്. പിന്നെ മ്യൂസിക് സിസ്റ്റം പയനീറിൻ്റെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബും വന്നിട്ടുണ്ട്. നേരെ നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ
നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ ഡിസൈനിലാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിൻ്റെ സ്പേസിങ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ TV വന്നിട്ടുള്ളത്. TV അതിൻ്റെ ഉള്ളിൽ സെറ്റ് ആക്കിയിട്ടാണുള്ളത്. പിന്നെ ഇമ്പീരിയലിൻ്റെ ഇതൊക്കെ നെയിമിങ്ങും അതിൻ്റെ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസും മുൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളിലുള്ളത്. പിന്നെ ഇപ്പോൾ ഉള്ള MBDൻ്റെ ഇതുകൊണ്ട് കുറച്ച് ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നൊക്കെ അയച്ചു വെച്ചതാണ്. ഇപ്പോൾ നോർമലി ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ സിമ്പിളായ രീതിയിലേക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് സാധാരണ എടുക്കുന്ന പോലെ മാസമാക്കി എടുക്കാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒറ്റക്കാലത്തുകൊണ്ട് ഞാൻ വിചാരിച്ച രീതിയിലൊന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുമാത്രമല്ല ഈ ജിംബൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ജിംബൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങളും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഒന്ന് ഫെമിലറൈസ് ആവണം എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ജിംബലുമായിട്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമുക്ക് കുറച്ചും കൂടി മാസമാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിന് നമ്മുടെ സീറ്റിൻ്റെ മുകളിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് ലൈറ്റ്സിൻ്റെ സെറ്റിങ്സൊക്കെ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാനും കാര്യങ്ങളൊക്കെ എല്ലാ സീറ്റിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടീൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ബാക്കി നമുക്കൊന്ന് മ്യൂസിക് ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യം കൂടി ഒന്ന് കണ്ടു നോക്കാം. നോൺ കോപ്പി റൈറ്റിൽ ഒരു മ്യൂസിക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്തോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഓവറോൾ എല്ലാം കവറായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇമ്പീരിയലിൻ്റെ മിഖായിലിൻ്റെ വിശേഷങ്ങളുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.